നേമത്തെ ഇടതുപക്ഷത്തിന് വേണ്ടി പിന്തുണ അഭ്യർത്ഥിച്ചത് ആരെന്ന് SDP നേതൃത്വം വ്യക്തമാക്കണമെന്ന് CPI ദേശീയ സെക്രട്ടറി അംഗം കെ പ്രകാശ് ബാബു ആവശ്യപ്പെട്ടു. അത് പറയാത്തിടത്തോളം ആരോപണം സംശയകരമാണെന്നും കെ പ്രകാശ് ബാബു 24നോട് പറഞ്ഞു. തിരുവനന്തപുരത്ത് നിന്നും R. ശ്രീജിത്തിന്റെ റിപ്പോർട്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ്. CPIയുടെ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം കെ പ്രകാശ് ബാബുവാണ് നമുക്കൊപ്പം. ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഘട്ടത്തിൽ പൊതുവായി ഉയർന്നു വന്നിരിക്കുന്ന വിഷയം ഈ CPM BJP ഡീൽ എന്നൊരു ആരോപണമാണ്. അതിന് പല മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ 2020 ദുർബലരായ സ്ഥാനാർത്ഥികൾ മറ്റ് സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ടുമൊക്കെ ആക്ഷേപങ്ങളും സംശയങ്ങളും ഒക്കെ ഉണ്ട്. ഈ ആരോപണത്തെ എങ്ങനെയാണ് CPI നേതൃത്വം കാണുന്നത്? ഈ ഡീലെന്നുള്ള നിലയിൽ പറയുന്നത് കേവലം രാഷ്ട്രീയമായ ഒരു മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ട് പറയുന്ന ആക്ഷേപമാണ്. അതിനകത്ത് യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് മാത്രമല്ല, ഒരു കാരണവശാലും ഇന്ത്യയിലെ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം അവരുടെ ഏറ്റവും പ്രധാന ശത്രുവായി കാണുന്ന BJP RSS കൂട്ടുകെട്ടുമായി ഒരു തരത്തിലുള്ള ധാരണയും ഒരു കൂട്ടുകെട്ടും ഉണ്ടാക്കുകയില്ല എന്നുള്ള കാര്യത്തിൽ ഒട്ടുമേ എനിക്ക് സംശയമില്ല. ഇന്ത്യയിൽ ആരും ആ നിലയിൽ സംശയിക്കുന്നുമില്ല. ഈ മറ്റൊരു ആക്ഷേപമുള്ളത് ഇപ്പോൾ ഈ SDPI നേമത്ത് ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിച്ചാണ്. അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടാണ് എന്നുകൂടി SDPIയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇന്നലെ വാർത്താ സമ്മേളനത്തിലും മറ്റും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ തീവ്ര വർഗീയ പാർട്ടികൾ എന്ന നിലയിൽ LDFും ഇടതുപക്ഷ പാർട്ടികളാകെയും വിലയിരുത്തിയ ഒരു സംവിധാനവുമായി എങ്ങനെയാണ് അങ്ങോട്ട് വോട്ട് അഭ്യർത്ഥിക്കാൻ കഴിയുന്നത്? അത് SDPIയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് എത്രത്തോളം അടിസ്ഥാനമുള്ളതാണ് എന്ന് എനിക്ക് സംശയമുണ്ട്. ഒരിക്കലും അങ്ങോട്ട് ആവശ്യപ്പെടാനുള്ള ഒരു സാധ്യതയുമില്ല. അല്ലെങ്കിൽ ആര് അങ്ങോട്ട് ആവശ്യപ്പെട്ടു എന്ന് അദ്ദേഹം വ്യക്തമാക്കണം. SDPIയുടെ വോട്ട് വേണ്ടെന്ന് പറയാൻ LDF തയ്യാറാകും? SDPIയുടെ വോട്ടെന്നോ വേറൊരു പാർട്ടിയുടെ വോട്ടെന്നോ അല്ല, മത തീവ്രവാദികളുമായി ബന്ധപ്പെട്ട ഒരു ധാരണയും അവരുടെ വോട്ടുമായി ബന്ധപ്പെട്ടോ അവരുടെ രാഷ്ട്രീയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടോ മത തീവ്രവാദ സംഘടനകളുമായി LDFന് ഒരു ബന്ധവും ഉണ്ടാവുകയില്ല. വോട്ടിൻ്റെ കാര്യത്തിലും തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിലും അതുണ്ടാവത്തില്ല. ഈ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് പ്രചരണം നടത്തിയപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന അല്ലെങ്കിൽ വിമർശിക്കുന്ന കാര്യം ഈ CPIM അടക്കമുള്ള നേതാക്കന്മാരും മോദിയെ അല്ലെങ്കിൽ അമിത്ഷായെ വിമർശിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഈ മോദിയെ വിമർശിക്കാൻ BJPയെ ആകത്തന്നെ വിമർശിക്കാൻ എന്തെങ്കിലും ഭയമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അവർ മോദിയെ വിമർശിക്കുന്നതിൽ കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു നേതാവും പുറകോട്ട് പോയിട്ടില്ലെന്ന് മാത്രമല്ല, വളരെ രൂക്ഷമായ വിമർശനമാണ് കേന്ദ്ര പ്രധാനമന്ത്രിയുമായും അമിത്ഷായുമായി ബന്ധപ്പെട്ടും കേന്ദ്ര BJP RSS നേതാക്കളുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ മുന്നണിയുടെ നേതാക്കൾ നടത്തിയിട്ടുള്ളത്. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം അത് കോൺഗ്രസിൻ്റെ അണികൾക്ക് ഒരു ആവേശമുണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരു രാഷ്ട്രീയ പ്രസംഗമാണ്. ഞാൻ അതിനെ അങ്ങനെ മാത്രമേ കാണുന്നുള്ളൂ. മോദിയെ വിമർശിക്കുന്നില്ല എന്ന തരത്തിലുള്ള രാഹുൽ ഗാന്ധിയുടെ കുറ്റപ്പെടുത്തലുകൾ അത് കോൺഗ്രസ് അണികളെ ആവേശം കൊള്ളിക്കുന്നതിന് വേണ്ടിയാണ് എന്നാണ് CPIയുടെ ദേശീയ സെക്രട്ടറി അംഗം കെ പ്രകാശ് ബാബുവിൻ്റെ വിലയിരുത്തൽ. അഞ്ചലിൽ നിന്ന് ഷൈജു ചാവശ്ശേരിക്കൊപ്പം R. ശ്രീജിത്ത്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.